TCS നാസിക് കേസ് NIAക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഈ വിഷയം വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. കോർപ്പറേറ്റ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളിലേക്ക് ഇനി അന്വേഷണം NIA കൂടി വന്നിറങ്ങിക്കൊണ്ട് അന്വേഷണം വിപുലീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അത് NIAയുടെ ATS എന്ന് പറഞ്ഞ വിഭാഗമാണ് അന്വേഷിക്കുന്നത്, ആൻറ്റി ടെററിസം സ്ക്വാഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭീകരവാദികൾ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ഒഴിഞ്ഞു കയറിയിരിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ട വാർത്ത അനുസരിച്ചിട്ടാണെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തവർ ഈ പീഡനത്തിനും അതേപോലെ ഹിന്ദുക്കളെ ഉപദ്രവിക്കാനും നേതൃത്വം കൊടുത്തവർ മുഴുവനും ഇസ്ലാമിക് നാമധാരികളാണ്. അവർ മുഴുവനും ഈ ഇൻഡോക്ട്രിനേറ്റഡ് ആണ്. അവർ ഈ ഗ്രൂപ്പിനെ തന്നെ ഒരു മൊത്തം ഇസ്ലാമിക് ഗ്രൂപ്പായിട്ട് മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട് ഒരാൾ എഴുതി വെച്ചിരുന്നത് TCS പണ്ടായിരുന്നു ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ഇപ്പോൾ അത് താലിബാൻ കൺസൾട്ടൻസി സർവീസ് ആയിട്ട് മാറിയേക്കാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രമാത്രം ഗൗരവമായിരിക്കണം പ്രശ്നം. പക്ഷെ മനസ്സിലാവാത്ത ഒരു കാര്യം, ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു കാര്യത്തിലേക്ക് സാധാരണ ജനത്തിന്റെ മനസ്സിലുള്ള ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു സംരംഭം, അതിലേക്ക് എങ്ങനെയാണ് ഇസ്ലാമിസ്റ്റുകൾ കയറിക്കൂടുന്നത്? അത് അവർ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രജിത, ഈ ടാറ്റ ഗ്രൂപ്പിന്റെ കമ്പനിയാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ടാറ്റ ഗ്രൂപ്പിന്റെ അവരുടെ വിവിധ ട്രസ്റ്റുകൾക്കൊക്കെയാണ് അതിനകത്ത് മേജർ ഷെയർ ഹോൾഡിംഗ് അവർക്കാണ്. പക്ഷേ ഈ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൽ മാത്രമേ അവർ ഇടപെടാറുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേ അവർ ഇടപെടാറുള്ളൂ. പിന്നെ ലോങ് ടൈം പ്ലാനിങ്, അതിനകത്ത് ഡയറക്ടർ ബോർഡ് താല്പര്യം എന്തെങ്കിലും ഇൻട്രസ്റ്റ് എടുത്താലായി. അതല്ലെങ്കിൽ ആ കമ്പനി നടത്തുന്ന പ്രൊഫഷണൽ മാനേജേഴ്സാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പാഴ്സികളുടെയാണ്, സൊറോസ്ട്രിയൻസിൻ്റെ കമ്പനിയാണ്. അതിൻ്റെ ചെയർമാൻ ആരാ? ചന്ദ്രശേഖരൻ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളൊരു ബ്രാഹ്മണ മനുഷ്യനാണ്. അതേപോലെ ടാറ്റയുടെ പല കമ്പനികളുടെയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറൊക്കെ ആയിട്ട് വരുന്നത് പലപ്പോഴും സൗത്ത് ഇന്ത്യൻസ് ആയിരിക്കും. ക്രൈസ്തവരുണ്ടാവും, അതിനകത്ത് സർദാർജിമാരുണ്ടാവും, സിഖ് മതക്കാരുണ്ടാവും, ഇസ്ലാം മതത്തിലുള്ള ഉണ്ടാവും. ഞാനൊരു അവരുടെ ഒരു ടാറ്റ ടീയുടെ ഒരു മാനേജിംഗ് ഡയറക്ടറെ പറ്റി, ഒരു അഷ്റഫ് എന്നൊന്നിട്ട് പറഞ്ഞ ഒരാളെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അയാൾ ഹൈദരാബാദുകാരനായിട്ടൊരു മുസ്ലിമാണ് അയാൾ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ മറ്റേ ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസിലൊക്കെ ഗ്രൂപ്പ് ഹെഡ്, അതല്ലെങ്കിൽ ഓപ്പറേഷൻസ് വിഭാഗം മേധാവി, അതിന് അവരുടെ താഴെയുള്ള പ്രൊഫഷണൽ മാനേജേഴ്സ്, ഇവർ മുഴുവനും ചിലപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ളവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ആരുടെയെങ്കിലും ശുപാർശയുടെ പുറത്ത് അവർ കയറിയിട്ടുണ്ടാവാം. അവർ കയറി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന താലിബനൈസേഷനും ഇസ്ലാമൈസേഷനാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇപ്പം കേട്ടെടുത്തോളം വളരെ എന്താ പറയുന്നത്, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണത്. അതെ, ഇതില് നമ്മൾ ഇതുവരെ കേട്ടത് സ്ത്രീകളെ, പെൺകുട്ടികളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ജീവനക്കാരൻ, ആ ജീവനക്കാരനോട് പറയുകയാണ്, ഏറ്റവും മര്യാദ കേട്ട ഒരു ഭാഷയിൽ പറയുകയാണ്, നിങ്ങൾ, അതായത് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നിനക്ക് കുട്ടികളില്ലെങ്കിൽ നിന്റെ ഭാര്യയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. എത്രത്തോളം അധപ്പതിച്ച ഒരവസ്ഥയിലാണ് എന്നുള്ളതാണ്. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ 13 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഇസ്ലാമിക് മതവിഭാഗത്തിൽപ്പെട്ടവർ അവരെപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ഒരു നെറ്റ്വർക്ക് അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരെ അവർ ടാർഗറ്റ് ചെയ്യും. അവർ ചെയ്യുന്ന നീതീകരിക്കാൻ ആവാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ അവർ ഒറ്റപ്പെടുത്തും. അത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമൊന്നുമല്ല, ക്രൈസ്തവരും മോശമൊന്നുമല്ല. അവർ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യണ ഹൈന്ദവരെയാണ്. അത് മനസ്സിലാക്കാൻ ഹിന്ദുക്കൾക്ക് ബോധം പോയിട്ടില്ല, അതുകൊണ്ട് അവരത് സഹിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇസ്ലാമിസ്റ്റ് ഒരു കമ്പനിയിലെ തന്ത്രപ്രധാനമായ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, HRDയുടെ മേധാവിയായി കഴിഞ്ഞാൽ, അയാൾ സെലക്ട് ചെയ്യുന്ന മുഴുവനും ഇസ്ലാമിസ്റ്റുകളെയോ അതല്ലെങ്കിൽ ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ക്രൈസ്തവരെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 1980-90 പീരീഡിൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ വിദേശങ്ങളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യില്ലേ, ഫോറിൻ കമ്പനികളിൽ, സൗദി അറേബ്യ, അതല്ലെങ്കിൽ UAE, ഖത്തർ,
അബുദാബി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ അഡ്വർടൈസ്മെന്റ് പത്രങ്ങളിൽ വരാറുണ്ടായിരുന്നു. ആ അഡ്വർടൈസ്മെന്റിന്റെ താഴെ അവർ വലിയ അക്ഷരത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും, only Muslim candidates need apply. മനസ്സിലായല്ലേ? പിന്നെ മുസ്ലിം കാൻഡിഡേറ്റ്സിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ക്രിസ്ത്യൻസ് ക്യാൻ ഓൾസോ അപ്ലൈ എന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? ഹിന്ദുക്കൾ അപ്ലൈ ചെയ്യേണ്ട കിട്ടൂല എന്നല്ല അർത്ഥം. അത് അവരുടെ വേറെ രാജ്യത്തിലേക്കായിരിക്കും, അത് അവിടുത്തെ നിയമമായിരിക്കും. പക്ഷെ അത് ഇന്ത്യയിലും അത് ബാധകമായിരുന്നു എന്നുള്ളതാണ്. ഞാനത് ഇൻഡിവിജ്വലായിട്ട് ഞാൻ പറയണില്ല, വൈഷുഡായി ഇപ്പൊ ഇനിയിപ്പോ അതിന്റെ റെലവൻസ് ഒക്കെ നഷ്ടപ്പെട്ടു. എല്ലാവരും ഹിന്ദുക്കള് ഇത് അറിഞ്ഞിരിക്കണം, ഇങ്ങനെയാണ് സിസ്റ്റംസ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം പ്രവർത്തിക്കണെന്നുള്ള വിവരം. ഇപ്പോ ഈ നാസിക് പോലീസ് NIA ATS കൂടാതെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊക്കെ ഈ കേസ് ഫയൽ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അത് കൂടാതെ 14 എണ്ണമായിട്ട് പരാതികളുടെ എണ്ണം ഉയരുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരാൾ കൊടുത്തു, അതിൽ നടപടി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് കൂടുതൽ ഇരകൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയുണ്ടായത്. നമുക്കറിയാം 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവതികളെയാണ് ഇവര് നോട്ടമിട്ടിരുന്നത്. കൂടാതെ ഈ നിത ഖാൻ എന്ന് പറയുന്ന HR മാനേജറാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് 18 മുതൽ 25,000 രൂപ വേതനത്തിൽ ജോലി ചെയ്യുന്ന യുവതികൾ, ഇവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് പിക്ക് ചെയ്യുന്നതാണ്. സാമ്പത്തിക പരാധീനതകളുള്ള ഹിന്ദു കുടുംബത്തിലെ പെൺകുട്ടികളെയാണ് ഇവർ പിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ ഗ്രൂമിംഗ് ഗാങ്ങിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് പിന്നീടുള്ള ചൂഷണങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കൂ, വളരെ കൃത്യമായിട്ടല്ലേ ഇവരുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ചൂഷണം ചെയ്യപ്പെടുമ്പോഴും ഇവർക്ക് മിണ്ടാൻ പറ്റാതെ ആയി പോകുന്നത് ഈ സാമ്പത്തിക പരാധീനതകൾ കാരണം. ഈ ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഒരു ഇൻക്രിമെന്റ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യും? ഇതെല്ലാം അവരെ ഇനിയിപ്പോൾ ഇൻക്രിമെന്റ് ഉണ്ടാകുന്നത് ഈ ഗ്രൂമിംഗ് ഗാങ്ങിൽ ആർക്ക് വശംവദയായോ അവരുടെ എന്താ പറയുക, ഒരു അനുഗ്രഹത്താലാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുത്തി തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് പുരുഷന്മാര് ആ യുവാവിനെ കൊണ്ട് മതചിഹ്നങ്ങൾ തൊപ്പി ധരിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തി, നിർബന്ധിച്ച് നോമ്പെടുപ്പിക്കാനുള്ള ശ്രമം നടത്തി. അപ്പൊ ആരെയും ഇവർ വിട്ടുകളയുന്നില്ല എന്നുള്ളതല്ലേ. അവര് ടാർഗറ്റ് ചെയ്യണ മുഴുവൻ ഹൈന്ദവരെയാണ്. ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യാൻ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ പള്ളിയിൽ അച്ഛന്മാർ ബഹളം ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ ക്രൈസ്തവരെ അവർ ടാർഗറ്റ് ചെയ്യല്ലേ, ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ ഹിന്ദുക്കളെയാണ്. പിടിയിലായിട്ടുള്ളവരെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാം മുസ്ലിം നാമധാരികളാണ്. നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം നാമധാരികളെ പറയുന്നു എന്ന് വെച്ചാൽ പിടിയിലായിട്ടുള്ളതെല്ലാം ഇവരാണ്. ഇത് മാത്രമൊന്നുമല്ല, പ്രജിത പേപ്പർ വായിക്കാറില്ലേ, മയക്കുമരുന്ന് കൈവശം വെച്ചാൽ അറസ്റ്റ് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പം അങ്ങനെ ഒരു പേര് വന്നത് കാരണം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവർ എന്ത് ചെയ്യും? ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവരായിട്ടുള്ള വനിതകളെ വരെ അവരവരുടെ എന്താ ഈ ജംഗീസായിട്ടും ഡ്രഗ് ക്യാരിയേഴ്സായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അവരെയും ഇതേപോലെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഉപയോഗിക്കണം മുഴുവൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അവർക്ക് പറയാമല്ലോ, അല്ലല്ലോ ഇത് ഹിന്ദുക്കളെ ഇത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാമല്ലോ. ഇതൊരു എന്താ ഹിന്ദുക്കൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയമാണിത്. അത് മാത്രമല്ല, ഈ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഹിന്ദു യുവതികളെ സെയിൽസ് ഗേളായിട്ടും സെയിൽസ് കോർഡിനേറ്ററായിട്ടോ അതല്ലെങ്കിൽ ഫ്ലോർ മാനേജേഴ്സ് തസ്തികകളിലൊക്കെ അപ്പോയിന്റ് ചെയ്യും. എന്തിനാണെന്നറിയാമോ? കമ്പനിയുടെ ഉടമസ്ഥനും മാനേജർക്കും അവരെ ഭീഷണിപ്പെടുത്താനും അവരെ ചൂഷണം ചെയ്യാനും വേണ്ടിയിട്ട്. എന്നിട്ട് ചിലരെ മുഴുവൻ പേരിന് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കുകയും കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ കാണാണ്ടാവും, അല്ലെങ്കിൽ അവരെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയിടും. ഇത് ഞാൻ തമിഴ്നാട്ടിലെ രാമനാഥപുരം എന്ന് പറഞ്ഞ ജില്ലയിൽ ഇത് കണ്ടിട്ടുണ്ട്, വെല്ലൂരിൽ കണ്ടിട്ടുണ്ട്, ഞാൻ വാണിയമ്പാടിയിൽ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ പോയത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഭയപ്പെട്ട് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. ഈ പെൺകുട്ടിയാണെങ്കിൽ ആരെയും കാണാൻ കൂസാക്കില്ല. അയാൾ മുസ്ലിം പയ്യനാണ്, അവൻ വന്ന് വിളിച്ച് ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുക. ഇവർ ഈ വീട്ടിലെ അച്ഛനും അമ്മയും ആ പെൺകുട്ടിയെ അങ്ങനെയുള്ള ഒരു എന്താ സ്വഭാവത്തിനെ എതിർത്തതിന് ആ നാട്ടിലുള്ള മുസ്ലിംസ് മുഴുവൻ അവരുടെ വീട്ടിൽ വന്നു, നിങ്ങൾക്കാണ് നിങ്ങളുടെ മോളെ തടഞ്ഞു വയ്ക്കാൻ അധികാരമൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഒരാളോ രണ്ടാളോ അറിഞ്ഞിട്ടില്ല, ഇത് ഒരു സമുദായം മൊത്തം അറിഞ്ഞു നടത്തുന്ന കാഴ്ചയാണ്. സോ
ഇത് വളരെയധികം ഭീഷണി ഇതിപ്പോ ഒരു സ്ഥലത്തെയാണ് TCS മാത്രമാണ്. ഇനി മറ്റ് കോർപ്പറേറ്റ് മേഖലകളിലൊക്കെ സംരംഭങ്ങളിൽ ഇത്തരത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അസംഘടിത വ്യവസായ മേഖലയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടാവില്ല, വല്ലതും നടക്കില്ല, നമ്മൾ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഈ എന്താ സീരിയൽ നടികൾ, പല ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സീരിയൽ നടികൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവരെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെല്ലാം ജിഹാദ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ എന്താ നമ്മളെ സംഖ്യയായിട്ട് ലേബൽ ചെയ്യും. ഇപ്പോൾ ഒരു മലയാളത്തിലെ ഒരു സൂപ്പർ നടനുണ്ട്, അയാളുടെ അച്ഛൻ്റെ സഹോദരിനെ ഒരു ഇസ്ലാമിക് യുവാവ് കുത്തിക്കൊന്നു. ഈ അച്ഛൻ്റെ സഹോദരിയും അയാളായിട്ട് പ്രണയത്തിലായിരുന്നു. ഇവർ കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞ് അയാളെ പെസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചില്ല. അവസാനം ഇവർക്ക് വലിയ വിഷമം, ഇവർ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കുന്നു എന്നിട്ട് പറഞ്ഞതിന് ഇയാൾ അവരെ കുത്തിക്കൊന്നു. അയാൾ രക്ഷപ്പെട്ടു, വന്നിട്ട് കേസ് അയാൾ രക്ഷപ്പെട്ടു. അവരുടെ സ്വത്ത് മുഴുവൻ ഇയാൾ അടിച്ചെടുത്തുകൊണ്ട് പോയി. അതും ഒരു ജിഹാദി സംഭവമാണ്. പക്ഷേ ഈ കുത്തിക്കൊന്നത് മാത്രമേ പേപ്പറുകളിൽ വന്നുള്ളൂ, ഇങ്ങനെ ബാക്കി വന്നില്ല. ബാക്കി ഇപ്പോൾ നമ്മുടെ ഈ അഞ്ചരക്കണ്ടിയോ എന്താ ഡെന്റൽ കോളേജ്, ഒരു മുസ്ലിമിന്റെ കോളേജാണ് അത്. അവർ കോളേജിന്റെ ഉടമസ്ഥന്റെ പേര് ഏതെങ്കിലും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടോ? കണ്ണൂർ ഡെന്റൽ കോളേജ് എന്നുള്ള പേര് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നിട്ട് പേരിന് ഒരു സംഗീത നമ്പ്യാർ പിന്നെ റാം, ഇവർ രണ്ടുപേരാണ് ഇതിന് ഉത്തരവാദികളെന്ന് പറഞ്ഞിട്ടാണ് ക്യാമ്പയിൻ നടത്തുന്ന മുഴുവനും. അതിന് രക്ഷകർത്തൃത്വം ഏറ്റെടുക്കാനായിട്ട് SFIക്കാരും. ഇത് എത്രയോ വ്യക്തമാണത്. മുഴുവനും ഒരു മൂടി വെക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുള്ളത് എത്രയോ വ്യക്തമാണത്. സർ, അതുപോലെ തന്നെ TCSന്റെ നാസിക്കിലെ യൂണിറ്റ് അടച്ചുപൂട്ടി എന്നുള്ള വാർത്തയും വരുന്നുണ്ടായിരുന്നു. അതെ, ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ നാഷിക്കിലെ TCS പ്ലാന്റ് പ്രവർത്തിക്കുന്നതല്ല. ഇനി കമ്പനിയിൽ നിന്നും അറിയിപ്പുണ്ടായിട്ട് ജീവനക്കാർ ജോലിക്ക് എത്തിയാൽ മതി എന്നാണ് മാനേജ്മെന്റിന്റെ, വീട്ടിലിരുന്ന് ചെയ്യാമെന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ടാറ്റ ഗ്രൂപ്പിന്റെ മാനേജ്മെന്റ് ഈ പ്രശ്നം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്, അത് അവർ ഇടപെട്ടിട്ടുണ്ട് ഇതിനകത്ത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ലാണ്ട് ഇങ്ങനെ അടച്ചിടാനായിട്ടുള്ള സാധ്യതയൊന്നും കാണാനില്ല. അതും പ്രത്യേകിച്ച് അവരുടെ ഈ കോർപ്പറേറ്റ് ഇമേജിനെ കുറിച്ച് വളരെയധികം ബോധവാന്മാരായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. കാര്യം അവർ ഡേ ടു ഡേ അഫയേഴ്സിൽ അവർ ഒരിക്കലും ഇടപെടില്ല എങ്കിൽ കൂടിയും ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം, ഇത്ര ഗൗരവമായൊരു പ്രശ്നം വന്നപ്പോൾ അവർ എന്താ പറയുന്നത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, പെട്ടെന്ന് ഇത് എടുക്കുന്നതിന് കേട്ട ഒരു വാർത്ത, TCSന്റെ ഷെയർ താഴെ പോയി എന്നുള്ളതാണ് ഓഹരി ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ 9,000 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും. ഇത് ഒരു ഹ്യൂജ് വലിയ എമൗണ്ട് തന്നെയാണ്, 9,000 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചത്. അത് ഓഹരി ഉടമകൾക്കും ടാറ്റ ഗ്രൂപ്പിനും മൊത്തം നേരിട്ടിരിക്കുന്ന നഷ്ടമാണത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവരിത് ഇത്ര പെട്ടെന്ന് ഈ ഫാക്ടറി യൂണിറ്റ് അടച്ചിടാനായിട്ട് തീരുമാനമെടുത്തത്. ഇനി അതുമാത്രമല്ല, TCSന്റെ മറ്റു യൂണിറ്റുകളിലൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കും. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. നമുക്ക് എന്താ അന്വേഷണ ഫലം എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം അതിന് വേണ്ടിയിട്ട്.